ഇടതുപക്ഷം നടത്തിയ കേന്ദ്രവിരുദ്ധ സമരങ്ങൾ ഗുണം ചെയ്തത് UDF-നാണെന്ന് ആലത്തൂരിൽ നിന്ന് വിജയിച്ച LDF സ്ഥാനാർത്ഥിയും നിലവിലെ ദേവസ്വം മന്ത്രിയുമായ K. രാധാകൃഷ്ണൻ. വലിയ പ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നത്. അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ പല കാരണങ്ങളുമാണ് സംഭവിച്ചത്, K. രാധാകൃഷ്ണൻ പറഞ്ഞു. ഇടതുപക്ഷത്തിനായി പല ആളുകളും നന്നായി പ്രവർത്തിക്കുന്നു. കുറച്ചുകൂടി ക്യാമ്പയിൻ ഫലപ്രദമായി നടത്താമായിരുന്നു. ഇടതുപക്ഷം ഡൽഹിയിൽ ഉൾപ്പെടെ നടത്തിയ കേന്ദ്രവിരുദ്ധ സമരങ്ങൾ ഗുണം ചെയ്തത് 2019-ലും 2024-ലും UDF-നാണ്. അവിടെയൊന്നും UDF-ഉം ഉണ്ടായിരുന്നില്ല. ഇടതുപക്ഷമാണ് ശക്തമായ കേന്ദ്രവിരുദ്ധമായ ക്യാമ്പയിൻ ചെയ്തത്. അവിടെയൊന്നും UDF ഉണ്ടായിരുന്നില്ലെങ്കിലും അതിന്റെ ഗുണം കിട്ടിയത് UDF-നാണ്. BJP വരുമോ എന്ന ഭയവും ജനങ്ങൾക്കുണ്ടായിരുന്നു, രാധാകൃഷ്ണൻ പറഞ്ഞു. നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം ഏതാണെങ്കിലും ചെയ്യുക എന്നത് കാരണമാണ് ഞാൻ വിജയിച്ചത് എന്ന് കരുതുന്നു. എനിക്ക് അസാധാരണമായ കഴിവുകളൊന്നുമില്ല. ഉള്ള കഴിവുകൾ വെച്ചിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ LDF-ഉം ഞാനും മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളുണ്ട്. അത് ഭാവിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും, രാധാകൃഷ്ണൻ പറഞ്ഞു. 2018-2022 പാർട്ടി കോൺഗ്രസിൽ മതനിരപേക്ഷ ശക്തികളെ പരാജയപ്പെടുത്തുക, ജനാധിപത്യ ശക്തികളെ ശക്തിപ്പെടുത്തുക എന്നിവയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയങ്ങൾ. മതനിരപേക്ഷത തകരുന്നു എന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട്. അവരാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തത്, നിയുക്ത MP പറഞ്ഞു.